أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഖുതുബകളിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗസവകളെക്കുറിച്ചും യുദ്ധനീക്കങ്ങളെക്കുറിച്ചും ആ യുദ്ധങ്ങളിൽ പ്രകടമായ അവിടുത്തെ വ്യക്തിത്വത്തെക്കുറിച്ചും പരാമർശിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായി തബൂക്ക് യുദ്ധത്തിൻ്റെ വിശദാംശങ്ങളാണ് വിവരിച്ചു വന്നിരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. പ്രസ്തുത സന്ദർഭത്തിൽ ഒരു സ്ത്രീ വളരെയധികം ആത്മാർത്ഥതയും വികാരാവേശങ്ങളും പ്രകടിപ്പിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്രകാരം വിവരിക്കപ്പെടുന്നു: യുദ്ധത്തിന് വേണ്ടി സ്ത്രീകളും തങ്ങളാലാവുന്ന വിധം എല്ലാ ത്യാഗങ്ങളും ഉപേക്ഷ കൂടാതെ കാഴ്ചവെക്കുകയുണ്ടായി. സാമ്പത്തിക ത്യാഗത്തിൽ പോലും അവർ മുൻപന്തിയിലായിരുന്നു. അവർ തങ്ങളുടെ ആഭരണങ്ങൾ ഊരി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പാകെ സമർപ്പിക്കുകയുണ്ടായി. അതുപോലെ വികാരങ്ങളുടെ ത്യാഗത്തെക്കുറിച്ചുള്ള ഒരു സംഭവവും ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു: സൈന്യം സിറിയയിലേക്ക് പോകേണ്ടിയിരുന്നതിനാൽ മോത്ത യുദ്ധത്തിന്റെ രംഗം മുസ്ലിങ്ങളുടെ കൺമുമ്പിലുണ്ടായിരുന്നതിനാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന്റെ സംരക്ഷണം എന്ന ചിന്ത മറ്റെല്ലാ ചിന്തകൾക്കും മുകളിൽ ഓരോ മുസ്ലിമിൻ്റെയും ഹൃദയത്തിൽ കുടികൊണ്ടിരുന്നു. സ്ത്രീകൾ പോലും ഈ അപകടം തിരിച്ചറിയുകയും തങ്ങളുടെ ഭർത്താക്കന്മാരെയും മക്കളെയും യുദ്ധത്തിന് പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ആത്മാർത്ഥതയുടെയും ആവേശത്തിൻ്റെയും ആഴവും വ്യാപ്തിയും ഇനി പറയുന്ന സംഭവത്തിൽ നിന്നും വ്യക്തമാകുന്നതാണ്. ജോലി ആവശ്യാർത്ഥം പുറത്തുപോയിരുന്ന ഒരു സഹാബി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യത്തോടൊപ്പം മദീനയിൽ നിന്ന് നബി തിരുമേനി അംഗപ്പുറപ്പാട് നടത്തിയ ശേഷമാണ് മടങ്ങിയെത്തിയത്. ദീർഘകാലത്തെ വേർപാടിന് ശേഷം തൻ്റെ ഭാര്യയെ വന്ന് കാണണമെന്നും സന്തോഷിക്കണമെന്നും കരുതി അദ്ദേഹം വീട്ടിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അദ്ദേഹം ഭാര്യയെ മുറ്റത്തിരിക്കുന്നത് കണ്ടു. വളരെ അനുരാഗവിവശനായിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് വരികയും സ്നേഹപ്രകടനം നടത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഭാര്യയുടെ അടുത്തെത്തിയപ്പോൾ തന്നെ അവർ ഇരു കൈകളും കൊണ്ട് അദ്ദേഹത്തെ തള്ളി പിന്നോട്ട് മാറ്റി. ആ സഹാബി അത്ഭുതപ്പെട്ടുകൊണ്ട് ഭാര്യയുടെ മുഖത്ത് നോക്കി. എന്നിട്ട് ചോദിച്ചു: ഇത്രയും നീണ്ട വേർപാടിന് ശേഷം കണ്ടുമുട്ടിയിട്ടും എന്താണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ഭാര്യ പറഞ്ഞു: താങ്കൾക്ക് ലജ്ജയില്ലേ? അള്ളാഹുവിൻ്റെ ദൂതൻ അപകടകരമായ സ്ഥലത്തേക്ക് പോകുന്ന ഈ നേരത്ത് താങ്കൾക്ക് സ്വന്തം ഭാര്യയെ സ്നേഹിക്കാനായി വരാൻ എങ്ങനെ ധൈര്യം വന്നു? ആദ്യം പോയി താങ്കൾ തങ്ങളുടെ കടമ നിർവഹിക്കുക, അത് കഴിഞ്ഞിട്ട് മതി മറ്റെന്തും. ആ സഹാബി ഉടൻ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തൻ്റെ കുതിരയ്ക്ക് ജീൻ കെട്ടി 3 യാത്രാഘട്ടങ്ങൾ താണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി. ഈ സംഭവം ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു മറ്റൊരിടത്തും വിവരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് ദീബാച്ച തഫ്സീറുൽ ഖുർആൻ എന്ന ഇൻട്രൊഡക്ഷൻ ടു ദ ഖുർആൻ എന്ന ഗ്രന്ഥത്തിലും, രണ്ടാമത്തേത് ഖുദാമുൽ അഹമ്മദിയയുടെ ഇസ്തിമയിൽ നടന്ന ഒരു പ്രഭാഷണത്തിലുമാണ് ചെയ്തത്. അദ്ദേഹം പറയുന്നു,
ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയെ ഒരാവശ്യത്തിനായി പുറത്തേക്ക് അയച്ചു. അതിനുശേഷം തബൂക്ക് യുദ്ധത്തിന്റെ സാഹചര്യം ഉടലെടുത്തു. ആ സ്ഥലം വളരെ അപകടം പിടിച്ചതായിരുന്നു. അക്കാലത്ത് റോമൻ സാമ്രാജ്യം ഇന്നത്തെ അമേരിക്കയുടെയും റഷ്യയുടെയും ഭരണകൂടങ്ങളെപ്പോലെ സുശക്തമായിരുന്നു, സൂപ്പർ പവറായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ചെറിയ സൈന്യവുമായി അത്രയും വലിയ സാമ്രാജ്യത്തെ നേരിടാൻ പോകേണ്ടി വരികയുണ്ടായി. മദീനയിൽ വളരെ കുറച്ച് മുസ്ലിങ്ങൾ മാത്രമേ അന്ന് ഒരുമിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ചുറ്റുമുള്ള ആളുകളും ഒരുമിച്ച് കൂടിയിരുന്നില്ല. എന്നാൽ അവരെല്ലാവരും ഒരുമിച്ചിരുന്നെങ്കിൽ പോലും റോമ ചക്രവർത്തിക്ക് മുന്നിൽ അവർക്ക് ഒരു നിലയും വിലയും ഉണ്ടാകുമായിരുന്നില്ല. അതിനാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ആളുകളോടും യുദ്ധത്തിനായി പുറപ്പെടാൻ പൊതു ആഹ്വാനം നടത്തി. ഇസ്ലാമിക സൈന്യം പുറപ്പെട്ടപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജോലിക്ക് പുറത്തേക്ക് അയച്ച സഹാബി മടങ്ങിയെത്തി. അദ്ദേഹം യുവാവായിരുന്നു, നവവരനായിരുന്നു. ദീർഘകാലത്തെ വേർപാടിന് ശേഷം അദ്ദേഹം വീട്ടിൽ പ്രവേശിച്ചപ്പോൾ ഭാര്യ മുറ്റത്തിരിക്കുന്നത് കണ്ടു. അദ്ദേഹം നേരെ ചെന്ന് അവളുടെ അടുത്ത് പോയി ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ ഭാര്യ അദ്ദേഹത്തിന്റെ സ്നേഹപ്രകടനത്തിന് മറുപടിയായി ശക്തിയോടെ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തള്ളി പിന്നോട്ട് മാറ്റി. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ യുദ്ധക്കളത്തിലേക്ക് പോയിരിക്കുമ്പോഴാണോ നിങ്ങൾക്ക് ഭാര്യയുമായി ശൃംഗരിക്കാൻ തോന്നുന്നത്? അള്ളാഹു ആണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുരക്ഷിതനായി തിരിച്ചെത്തുന്നത് വരെ ഞാൻ നിങ്ങളുടെ മുഖത്ത് പോലും നോക്കില്ല. ആ സ്വഹാബി ഉടൻ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. മദീനയിൽ നിന്ന് 3 ഇടത്താവളങ്ങൾ അകലെ വെച്ച് ഇസ്ലാമിക സൈന്യത്തോടൊപ്പം ചേർന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മറ്റ് സഹാബിമാരോടൊപ്പം മദീനയിലേക്ക് തിരിച്ചെത്തിയ ശേഷം മാത്രമാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയത്. ചുരുക്കത്തിൽ ഇവർ ഓരോ അപകടഘട്ടത്തിലും തങ്ങളുടെ ജീവൻ ഒരു മടിയും കൂടാതെ അപകടത്തിലാക്കി. അവർക്കുണ്ടായ ഒരു ദുരിതത്തെയും പ്രയാസത്തെയും അവർ വകവെച്ചില്ല. മറിച്ച് സേവനത്തിനുള്ള അവസരം കിട്ടുമ്പോഴെല്ലാം അവർ സസന്തോഷം തങ്ങളുടെ ജീവൻ സമർപ്പിക്കുകയുണ്ടായി. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. 15 അല്ലെങ്കിൽ ചില റിപ്പോർട്ടുകൾ പ്രകാരം 19 കേന്ദ്രങ്ങളിൽ തങ്ങിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബിമാരോടൊപ്പം തബൂക്ക് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. തബൂക്കിലേക്കുള്ള ആ യാത്രയിൽ എവിടെയെല്ലാം തങ്ങി തമ്പടിച്ചു എന്നതിൻ്റെ പ്രത്യേക വിശദാംശങ്ങൾ ലഭ്യമല്ല. എങ്കിലും പിന്നീട് ആ സ്ഥലങ്ങളിൽ പള്ളികൾ നിർമ്മിക്കപ്പെടുകയും ആ സ്ഥലങ്ങളുടെ പേരുകളിൽ പള്ളികൾ നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ ആ സ്ഥലങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങിയിരിക്കാമെന്ന് ചരിത്രകാരന്മാർ വ്യാഖ്യാനിക്കുകയുണ്ട്. ഈ സ്ഥലങ്ങളുടെ പേരുകൾ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ 15 മുതൽ 22 വരെയാണ്. സീറത്ത് ഇബ്നു ഇസ്ഹാഖിലും ഇബ്നു ഹഷാമിലും പള്ളികൾ നിർമ്മിച്ചതായി പറയുന്ന 17 സ്ഥലങ്ങൾ ഇവയാണ്: സുഖുഷബ്, ഫൈഫ, ദുൽമർവ, റുക്ക, വാദിൽ ഖുറ, സഈദ്, ഹിജ്ർ, സദ്ർ ഹൗസ, ദുൽജീഫ, ഷിഖ്താര, അൽ ബത്ര, അലാ, സാത്തുൽ ഖിത്മി, അഖ്ദർ, സാത്തുൽ സിറാബ്, സനിയത്ത് മിദ്രാൻ, തബൂക്ക്. ഒരു റിപ്പോർട്ടിൽ ഹദരത്ത് ഉഖ്ബ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഞങ്ങൾ തബൂക്ക് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗമിച്ചു. ഒരു രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിപ്പോയി. യാത്ര വളരെ ദൈർഘ്യമേറിയതായിരുന്നു. ക്ഷീണമുണ്ടായിരുന്നു. അവിടുന്ന് ഉണർന്നപ്പോൾ സൂര്യൻ ഒരു മുഴം ഉയർന്നിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ ബിലാൽ, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ഫജ്റിനായി കാത്തിരിക്കണമെന്ന് ഞാൻ താങ്കളോട് പറഞ്ഞിരുന്നില്ലേ? ഉണർന്നിരിക്കാനും ഞങ്ങളെ ഉണർത്താനും പറഞ്ഞിരുന്നില്ലേ? ഹദരത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കളെപ്പോലെ എന്നെയും ഉറക്കം കീഴ്പ്പെടുത്തി. നിവേദകൻ പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തോടും മുന്നോട്ട് ഗമിക്കാൻ കൽപ്പിച്ചു. കുറച്ചു ദൂരം താണ്ടിയ ശേഷം വാഹനത്തിൽ നിന്നിറങ്ങി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ നിർവഹിക്കുകയും ഇമാമായി നിന്ന് സ്വഹാബിമാരോടൊപ്പം നമസ്കരിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടുന്ന് രാവും പകലും സഞ്ചരിച്ചു.
അടുത്ത ദിവസം രാവിലെ തബൂക്കിൽ എത്തിച്ചേർന്നു. ഇതിനിടയിലെ നമസ്കാര സമയങ്ങളിൽ നമസ്കരിക്കാൻ ഇടവേള എടുത്തിട്ടുണ്ടാകും. അവിടെ എത്തിയ ശേഷം അവിടുന്ന് സ്വഹാബിമാരെ ഇപ്രകാരം അഭിസംബോധന ചെയ്തു. തബൂക്കിലെത്തിയ ശേഷം അവിടുന്ന് അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, ഏറ്റവും സത്യപൂർണമായ വചനം അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. ഏറ്റവും ശക്തമായ പിടിവലയം ദൈവഭക്തിയുടെ വചനമാണ്. ഏറ്റവും ശ്രേഷ്ഠമായ മതം ഹസരത്ത് ഇബ്രാഹിമിൻ്റെ മതമാണ്. ഏറ്റവും ഉത്തമമായ ചര്യ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ഏറ്റവും ഉന്നതമായ കാര്യം അള്ളാഹുവിൻ്റെ ദിക്റാണ്, ദൈവസ്മരണയാണ്. അത്യുത്തമമായ കഥാകഥനം അല്ലെങ്കിൽ സംഭവ വിവരണം ഖുർആനാണ്. ഏറ്റവും ഉത്തമമായ കാര്യങ്ങൾ ദൃഢനിശ്ചയത്തോടെ ചെയ്യപ്പെടുന്നവയാണ്. ഏറ്റവും മോശമായ കാര്യങ്ങൾ ബിദ്അത്തുകൾ അഥവാ അനാചാരങ്ങളാണ്. ഏറ്റവും ഉത്തമമായ മാർഗനിർദ്ദേശം പ്രവാചകന്മാരുടെ ഹിദായത്താണ്. ഏറ്റവും ശ്രേഷ്ഠമായ മരണം രക്തസാക്ഷിത്വമാണ്. സന്മാർഗത്തിനു ശേഷം ഏറ്റവും വലിയ അന്ധത വഴികേടാണ്. ഏറ്റവും ഉത്തമമായ കർമ്മങ്ങൾ പ്രയോജനകരമായവയാണ്. ഏറ്റവും ഉത്തമമായ മാർഗനിർദ്ദേശം പിന്തുടരപ്പെടുന്നതാണ്. ഏറ്റവും മോശമായ അന്ധത ഹൃദയത്തിൻ്റെ അന്ധതയാണ്. കണ്ണുകളുടെ അന്ധതയെല്ലാം അള്ളാഹുവിൻ്റെ വാക്കുകൾ മനസ്സിലാക്കാത്ത ഹൃദയത്തിൻ്റെ അന്ധതയാണ്. പിന്നെ പറഞ്ഞു, മേൽക്കൈ, മുകളിലുള്ള കൈ, കൊടുക്കുന്നവൻ്റെ കൈ താഴത്തെ കൈയിനേക്കാൾ, വാങ്ങുന്നവൻ്റെ കൈയിനേക്കാൾ ഉത്തമമാണ്. അതുപോലെ കുറഞ്ഞതും പര്യാപ്തവുമായ സംഗതി കൂടുതലും അശ്രദ്ധ വരുത്തുന്നതിനേക്കാൾ ഉത്തമമാണ്. ഏറ്റവും മോശമായ ഒഴികഴിവ് മരണസമയത്ത് പറയുന്ന ഒഴികഴിവാണ്. ഏറ്റവും മോശമായ ഖേദം അന്ത്യദിനത്തിലായിരിക്കും. ചില ആളുകൾ ജുമാ നമസ്കാരത്തിന് വളരെ വൈകിയാണ് വരുന്നത്. ചില ആളുകൾ ഇടയ്ക്കിടെ ദിക്ർ നമസ്കാരാദികൾ ഒഴിവാക്കുന്നു. ഏറ്റവും വലിയ പാപങ്ങളിലൊന്ന് കളവ് പറച്ചിലാണ്. ഏറ്റവും ഉത്തമമായ ധനാഢ്യത ഹൃദയത്തിൻ്റെ ധനാഢ്യതയാണ്. അതായത് ഇടവിട്ട് നമസ്കരിക്കുന്നതും വൈകി വരുന്നതും അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടില്ല. അത് വളരെ മോശമായ കാര്യമാണെന്ന് പറഞ്ഞു. ഏറ്റവും വലിയ പാപങ്ങളിലൊന്ന് കളവ് പറച്ചിലാണ്. ഏറ്റവും ഉത്തമമായ ധനാഢ്യത ഹൃദയത്തിൻ്റെ ധനാഢ്യതയാണ്. ഏറ്റവും ഉത്തമമായ യാത്രാ വിഭവം തഖ്വ അഥവാ ഭയഭക്തിയാണ്. വിവേകപൂർണത അള്ളാഹുവിനെ ഭയപ്പെടലാണ്. ഹൃദയങ്ങളിൽ വിശ്വാസം ഉറപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ സംസാരം. സംശയം അവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മരണവിലാപം നടത്തുന്നത് ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാമിന് മുമ്പുള്ള പ്രവൃത്തിയാണ്. വഞ്ചന നരകാഗ്നിയാണ്. മോശം കവിത ഇബിലീസിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. മദ്യം പാപങ്ങളുടെ സമാഹരണമാണ്. സ്ത്രീകൾ പിശാചിൻ്റെ വലകളാണ്. യൗവനം ഭ്രാന്തിൻ്റെ ഒരു ഭാഗമാണ്. ഏറ്റവും മോശമായ സമ്പാദ്യം പലിശയാണ്. ഏറ്റവും മോശമായ ഭക്ഷണം അനാഥരുടെ സ്വത്ത് തിന്നലാണ്. സൗഭാഗ്യവാൻ എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് ഉപദേശം കരസ്ഥമാക്കുന്നവനാണ്. എന്നാൽ നിർഭാഗ്യവാൻ തൻ്റെ മാതാവിൻ്റെ ഗർഭത്തിൽ വെച്ച് തന്നെ നിർഭാഗ്യവാനായവനാണ്. നിങ്ങളിൽ ഓരോരുത്തരും 4 കൈ അകലെയുള്ള സ്ഥലത്തേക്ക്, അതായത് 6 മണ്ണിലേക്ക് പോകുന്നതാണ്. അവസാനം മരിക്കുകയും കബറിൽ അടക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ്. എല്ലാ കാര്യങ്ങളും പരലോകത്തെ ആശ്രയിച്ചിരിക്കുന്നു. പ്രവൃത്തികൾ അതിൻ്റെ പര്യവസാനത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഏറ്റവും മോശം നിവേദകർ നുണയന്മാരായ നിവേദകരാണ്. വരാനുള്ളതെല്ലാം സമീപസ്ഥമാണ്. ഒരു വിശ്വാസിയെ ചീത്ത വിളിക്കുന്നത് പാപമാണ്. ഒരു വിശ്വാസിയുമായി യുദ്ധം ചെയ്യുന്നത് കുഫ്റാണ്, സത്യനിഷേധമാണ്. ഒരു വിശ്വാസിയെക്കുറിച്ച് പരിദോഷണം പറയുന്നത് അള്ളാഹുവിനോടുള്ള അനുസരണക്കേടാണ്. വിശ്വാസിയുടെ സമ്പത്തും അവൻ്റെ കൊലപാതകത്തിന് തുല്യം നിഷിദ്ധമായ കാര്യമാണ്. അള്ളാഹുവിനെതിരെ ആരെങ്കിലും ശപഥം ചെയ്താൽ അവൻ അള്ളാഹുവിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ആരെങ്കിലും പാപമോചനം നേടിയാൽ അള്ളാഹു അവന് പുറത്തു കൊടുക്കും. ആരെങ്കിലും തൻ്റെ സഹോദരന് മാപ്പ് നൽകിയാൽ അള്ളാഹു അവന് മാപ്പ് നൽകും. ആരെങ്കിലും കോപം അടക്കി വെച്ചാൽ അള്ളാഹു അവന് പ്രതിഫലം നൽകും. ആരെങ്കിലും ദുരിതത്തിൽ ക്ഷമ കൈക്കൊണ്ടാൽ അള്ളാഹു അവന് പ്രതിഫലം നൽകുന്നതാണ്. ആരെങ്കിലും പ്രശസ്തി ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അവന് പ്രശസ്തിയും നൽകുന്നതാണ്. ആരെങ്കിലും ക്ഷമ കൈക്കൊണ്ടാൽ അള്ളാഹു അവന് ഇരട്ടി നൽകുന്നതാണ്. ആരെങ്കിലും അള്ളാഹുവിനെ ധിഖരിച്ചാൽ അള്ളാഹു അവന് ശിക്ഷിക്കുന്നതാണ്. പിന്നെ തുടർന്ന് പറഞ്ഞു, അള്ളാഹുവെ എൻ്റെ സമുദായത്തിനും എനിക്കും പുറത്തു തരണമേ. അള്ളാഹുവെ എനിക്കും എൻ്റെ സമുദായത്തിനും പുറത്തു തരണമേ. അള്ളാഹുവെ എനിക്കും എൻ്റെ സമുദായത്തിനും പുറത്തു തരണമേ. അവിടുന്ന് ഇത് 3 തവണ ആവർത്തിക്കുകയുണ്ടായി. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, ഞാൻ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും എനിക്കും നിങ്ങൾക്കും വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു. തബൂക്ക് യാത്രയിൽ അവിടുന്ന് സഹാബിമാർക്ക് ചില നിർദ്ദേശങ്ങളും നൽകുകയുണ്ടായി. തബൂക്ക് യാത്രയിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി അവസരങ്ങളിൽ വ്യക്തിഗതമായും കൂട്ടായും സഹാബിമാർക്ക് നിർദ്ദേശങ്ങൾ നൽകി.
അതിൽ ചിലത് ഇവിടെ പരാമർശിക്കുന്നു. അബൂ സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹു വിവരിക്കുന്നു, തബൂക്ക് വർഷത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ യാത്രാമൃഗത്തിൽ ചാരിയിരുന്ന് ജനങ്ങളോട് പ്രസംഗിക്കുകയായിരുന്നു. അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായവരെയും ഏറ്റവും മോശമായവരെയും കുറിച്ച് പറഞ്ഞു തരട്ടെയോ? തീർച്ചയായും ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ തൻ്റെ കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തോ അല്ലെങ്കിൽ കാൽനടയായോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുകയും അങ്ങനെ മരണം വരിക്കുകയും ചെയ്യുന്നവനാണ്. തീർച്ചയായും ജനങ്ങളിൽ ഏറ്റവും മോശക്കാരൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം വായിച്ചിട്ടും തൻ്റെ അജ്ഞത ഉപേക്ഷിച്ച് അതിലെ ഒരു കാര്യത്തിലേക്കും ശ്രദ്ധിക്കാത്ത പാവിയാണ്. ഇന്നത്തെ കാലത്ത് ധാരാളം ആളുകൾ ഖുർആൻ വായിക്കുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവരുടേതായ കർമ്മമൊന്നുമില്ല. ഹദരത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിൽ വെച്ച് സ്വഹാബിമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ജനങ്ങളിൽ അനുപമനായ വ്യക്തി തൻ്റെ കുതിരപ്പുറത്ത് സവാരി ചെയ്ത് ദൈവമാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനാണ്. കൂടാതെ ജനങ്ങളുടെ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവനാണ്. രണ്ടാമത്തെ അതുല്യനായ വ്യക്തി സമ്പത്തിലും സുഖസൗകര്യങ്ങളിലും പ്രശസ്തനും തൻ്റെ അതിഥിയെ സൽക്കരിക്കുകയും ആദരിക്കുകയും അവർക്ക് അവകാശപ്പെട്ടത് നൽകുകയും ചെയ്യുന്നവനാണ്. കടമകൾ നിറവേറ്റുന്നവനുമാണ്. തദവസരത്തിൽ ഹെരാക്ലിയസ് ചക്രവർത്തിക്ക് സീസറിന് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തയച്ചതിൻ്റെ പരാമർശവുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലെത്തിയപ്പോൾ റോമൻ ചക്രവർത്തിയായിരുന്ന ഹെരാക്ലിയസ് അന്ന് ഹിംസിലായിരുന്നു ഉണ്ടായിരുന്നത്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഈ കത്ത് സീസറിൻ്റെ അടുത്ത് എത്തിക്കുന്നതിന് സ്വർഗമുണ്ട്. ഒരാൾ ചോദിച്ചു, അദ്ദേഹം ഈ കത്ത് സ്വീകരിച്ചില്ലെങ്കിലും? അവിടുന്ന് പറഞ്ഞു, അദ്ദേഹം അത് സ്വീകരിച്ചില്ലെങ്കിലും ശരി, നിങ്ങൾ പോയി അത് കൊണ്ടുപോയി കൊടുക്കുക. അതനുസരിച്ച് ആ വ്യക്തി അവിടുത്തെ കത്ത് കൊണ്ടുപോയി ഹെരാക്ലിയസിന് നൽകി. അദ്ദേഹം അത് വായിച്ചു. അദ്ദേഹം പറഞ്ഞു, താങ്കൾ താങ്കളുടെ പ്രവാചകന്റെ അടുത്തേക്ക് പോയി പറയുക, ഞാൻ അദ്ദേഹത്തിൻ്റെ അനുയായിയാണ്, പക്ഷേ എൻ്റെ സാമ്രാജ്യം ഉപേക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അയാൾ കുറച്ച് ദീനാറുകൾ സ്വർണ്ണ നാണയങ്ങൾ പ്രവാചക സമക്ഷത്തിലേക്ക് ഉപഹാരമായി അയച്ചു. ആ വ്യക്തി തിരിച്ചു വന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇക്കാര്യം അറിയിച്ചു. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം കളവാണ് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം സത്യസന്ധമായി സംസാരിച്ചിട്ടില്ല. എന്നിട്ട് അവിടുന്ന് ആ ദീനാറുകൾ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്തു. ഹെരാക്ലിയസിന് ഈ കത്ത് കൊണ്ടുപോയത് ഹദ്രത്ത് ദഹിയ റളിയല്ലാഹു അൻഹു ആയിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 6 അവസാനത്തിൽ ഹദ്രത്ത് ദഹിയയുടെ കൈവശം അയച്ച കത്തിന് പുറമെയാണിത്. അത് ഹിജ്റ 7 മുഹറം മാസത്തിലാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇമാം ഇബ്നു ഹജർ കിതാബ് മഗാസിയിലും പ്രവാചകന്റെ യുദ്ധനീക്കങ്ങളെ കുറിച്ചും അതുപോലെ സീറത്ത് ഗ്രന്ഥങ്ങളിലും നബിചരിത്ര ഗ്രന്ഥങ്ങളിലും ഉള്ള റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലായിരുന്നപ്പോൾ സീസർ തുടങ്ങിയവർക്ക് 2ാം തവണ കത്തുകൾ എഴുതി എന്ന അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 1941 പ്രസിദ്ധീകരിച്ച ഗ്രന്ഥങ്ങളിലെ കത്തുകളും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ സാധൂകരിക്കുന്നുണ്ട്. ഈ ഗ്രന്ഥസമുച്ചയത്തിന്റെ പേര് മജ്മുഉൽ വസായിഖി അസിയാസിയത്തി അലിൽ അഹദി നബവിയ വൽ ഖിലാഫത്തി റാഷിദ എന്നാണ്. ഇതിന്റെ രചയിതാവ് ഡോക്ടർ ഹമീദുള്ളയാണ്. ഇതിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലം വരെയുള്ള ചരിത്രപരവും രാഷ്ട്രീയപരവുമായ രേഖകളുണ്ട്. ഈ പുസ്തകം ആദ്യമായി 1941 ഈജിപ്തിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. എന്തായാലും ഈ പുസ്തകത്തിലുള്ള റെഫറൻസാണ് ഈ കൊടുത്തത്. അതനുസരിച്ച് റോമ ചക്രവർത്തിക്ക് 2 കത്തുകൾ അയക്കപ്പെടുകയുണ്ടായി. ആദ്യത്തെ കത്തിൽ അദ്ദേഹത്തോട് തൻ്റെ പ്രജകൾ ഇസ്ലാം സ്വീകരിക്കുന്നതിൽ തടസ്സമുണ്ടാക്കരുതെന്നും അല്ലാത്ത പക്ഷം പ്രജകളുടെ പാപഭാരം അദ്ദേഹത്തിനു മേൽ പതിക്കുമെന്നും ഉണ്ടായിരുന്നു. ഈ കത്ത് ഹിജ്റ 6 അവസാനത്തിൽ ദഹിയ കൽബി റളിയല്ലാഹു അൻഹുവിൻ്റെ കൈവശമാണ് സീസറിന് അയച്ചത്. 2ാമത്തെ കത്തിൽ ഇസ്ലാം സ്വീകരിക്കുക അല്ലെങ്കിൽ വിസമ്മതിക്കുകയാണെങ്കിൽ ജിസിയ അഥവാ കപ്പം നൽകുക എന്നായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധസമയത്ത് ദഹിയ കൽബിയുടെ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈവശം സീസറിന് അയച്ചു. ചരിത്രത്തിൽ ഏലത്തുകാരുമായി സന്ധി ചെയ്തതിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിൽ എത്തിയപ്പോൾ ചുറ്റുമുള്ള ക്രിസ്ത്യൻ ഭരണാധികാരികൾ ഭയചകിതരായി. അള്ളാഹു അവർക്ക് ഭയപ്പാടുളവാക്കുകയും കുറച്ചു കാലം മുമ്പ് വരെ മുസ്ലിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തിയിരുന്ന അവർക്ക് അപ്പോൾ സ്വന്തം നിലനിൽപ്പിനെ കുറിച്ച് തന്നെ ആശങ്കയുണ്ടാകുകയും ചെയ്തു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന്
സന്ധി ഭാഷണം നടത്തി. അവരിൽ ആദ്യം വന്നത് അയലത്തിന്റെ ഭരണാധികാരിയായിരുന്നു. വേറെ കുൽസും. സമുദ്രതീരത്ത് സിറിയയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണമാണ് എയ്ലത്ത്. അത് ഹിജാസിന്റെ അതിർത്തിയിലും സിറിയൻ ദേശത്തിന്റെ തുടക്കത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. തബൂക്കിൽ തങ്ങുന്നതിനിടയിൽ യോഹന്ന ബിൻ റൂബ എന്ന അയലത്തിന്റെ ഭരണാധികാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായി. അദ്ദേഹത്തോടൊപ്പം സിറിയയിലെയും യമനിലെയും ബഹറിലെയും ജർബായിലെയും അദ്ദുഹറിലെയും ആളുകളും ഉണ്ടായിരുന്നു. അവരും സന്ധി സംഭാഷണം നടത്തി, അഭ്യർത്ഥന നടത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കായി ഒരു അഭയപത്രിക തയ്യാറാക്കി നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം എഴുതി: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഭാഗത്ത് നിന്ന് യോഹന്ന ബിൻ റൂബക്കും അയലത്തിന്റെ ആളുകൾക്കും അവരുടെ കടലിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾക്കും കരയിൽ സഞ്ചരിക്കുന്ന യാത്രാ സംഘങ്ങൾക്കുമുള്ള അഭയപത്രികയാണ്. അവർക്ക് അള്ളാഹുവിൽ നിന്നും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പൂർണ്ണ സംരക്ഷണം ലഭിക്കുന്നതാണ്. അതുപോലെ അവരോടൊപ്പം സിറിയയിലെ ആളുകൾക്കും യമനിലെ ആളുകൾക്കും ബഹ്റിലെ ആളുകൾക്കും പൂർണ്ണ സംരക്ഷണം നൽകപ്പെടുന്നതാണ്. അത് ലംഘിക്കുന്നവന്റെ സ്വത്ത് പിടിച്ചെടുക്കുന്നത് അനുവദനീയമാകും. അങ്ങനെയുള്ള ഒരാളുടെ സ്വത്ത് ആരെങ്കിലും കൈവശപ്പെടുത്തിയാൽ അത് അവന് ഹലാലായിരിക്കും. അതായത് ആരാണോ ലംഘനം നടത്തിയത് അവന്റെ സ്വത്ത്. കൂടാതെ അവർ ഒരു നീരുറവയിലെയോ ഒരു കിണറിലെയോ വെള്ളം ഉപയോഗിക്കുന്നതിൽ നിന്നോ തടയപ്പെടുകയില്ല. കരയിലെ ഒരു പാതയിൽ നിന്നും അവരെ തടയാൻ പാടില്ല. ഈ അഭയപത്രിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം ഹദരത്ത് ജുഹൈം ബിൻ സൽത്ത്, ഹദരത്ത് ഷൊറാബീൽ ബിൻ ഹസന എന്നിവരാണ് എഴുതിയത്. യോഹന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു വെളുത്ത കോവർ കഴുതിയെ സമ്മാനമായി നൽകുകയും അവിടത്തേക്ക് ധരിക്കാൻ ഒരു ഷാൾ, ഒരു പുതപ്പ് സമർപ്പിക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഒരു യമനി ചാദർ, യമനി പുതപ്പ് പുതപ്പിക്കുകയും ഹദരത്ത് ബിലാലിനോടൊപ്പം അദ്ദേഹത്തെ താമസിപ്പിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. മക്കന നിവാസികളുമായി സമാധാന കരാർ നടക്കുകയുണ്ടായി. അവർ മക്കനക്കാർ യഹൂദന്മാരായിരുന്നു. ഈ വാസസ്ഥലം അയലത്തിന്റെ അടുത്ത് കടൽ തീരത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. അവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ ഹാജരായി. അവിടുന്ന് അവർക്കും ഒരു അഭയപത്രിക എഴുതി നൽകി. ഇന്നഹും ആമിനൂന ബി അമാനില്ലാഹി വ അമാനി മുഹമ്മദിൻ വ അന്ന അലൈഹിം റുബ ഗുസൂലിഹിം വ റുബ സിമാരിഹിം. അവർ അള്ളാഹുവിൻ്റെയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സംരക്ഷണത്തിലാണ്. നെയ്ത്ത നൂലിൻ്റെയും തുണിയുടെയും തങ്ങളുടെ വിളകളുടെയും 4 അവർ ജിസിയായി നൽകേണ്ടതാണ്. അതുപോലെ ജർബാ, അദ്രുഹ് നിവാസികൾക്കുള്ള അഭയപത്രികയുടെ പരാമർശവും ലഭിക്കുന്നുണ്ട്. ഈ രണ്ടിടങ്ങളും സിറിയയിലെ ബൽഖ പ്രദേശത്തെ 2 പട്ടണങ്ങളായിരുന്നു. അവ വളരെ അടുത്തടുത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. അവയ്ക്കിടയിൽ 3 ദിവസത്തെ യാത്രാ ദൂരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു അഭിപ്രായമനുസരിച്ച് 1 മൈലിൽ താഴെ മാത്രമായിരുന്നു ദൂരം ഉണ്ടായിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജർബാ, അദ്രു നിവാസികൾക്കും ഒരു അഭയപത്രിക ഇപ്രകാരം എഴുതി നൽകി: ഹാദാ കിതാബുൻ മിൻ മുഹമ്മദിൻ നബിയ്യി ലി അഹ്ലി ജർബാ വഅദ്റുഹ് അന്നഹും ആമിനൂന ബി അമാനില്ലാഹി വ അമാനി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അന്ന അലൈഹിം 100 ദീനാറിൻ ഫീ കുല്ലി റജബിൻ വ ഫിയതൻ തയ്യിബതൻ വല്ലാഹു കഫീലുൻ അലൈഹിം. ഈ എഴുത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തു നിന്ന് ജർബാ, അദ്രു നിവാസികൾക്കുള്ളതാണ്. അവർ അള്ളാഹുവിന്റെയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണത്തിലാണ്. ഓരോ റജ്ബ് മാസത്തിലും ശുദ്ധ സ്വർണത്തിന്റെയും തനി തങ്കത്തിന്റെയും 100 ദീനാർ ജിസിയായി നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. അള്ളാഹു ആണ് അവരുടെ മേൽ സംരക്ഷകൻ. തബൂക്ക് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സൈനിക നടപടിയെക്കുറിച്ചും സരിയയെക്കുറിച്ചും പരാമർശമുണ്ട്. ഇത് ഉഖൈദർ ബിൻ അബ്ദുൽ മലക്കിനെതിരെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു നയിച്ച സൈനിക നീക്കം എന്നറിയപ്പെടുന്നു. ഹിജ്റ 9 റജബ് മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിൽ വെച്ച് ഹദരത്ത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിന് 420 അശ്വഭടന്മാരുടെ സൈന്യത്തെ നൽകി. ദോമത്തുൽ ജന്തൽ സിറിയയ്ക്കും മദീനയ്ക്കും ഇടയിലുള്ള ഒരു കോട്ടയാണ്. അതൊരു പ്രദേശമാണ്. അത് മദീന മുനവറിൽ നിന്ന്
15 മുതൽ 16 ദിവസം വരെ യാത്രാ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തബൂക്കിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയായിരുന്നു ഈ കോട്ട. അക്കീദർ ബനു കിന്ദ ഗോത്രക്കാരനായിരുന്നു. അയാൾ അവിടുത്തെ രാജാവായിരുന്നു. ഒരു ക്രിസ്ത്യാനി ആയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഖാലിദിനോട് പറഞ്ഞു, നിങ്ങൾ അവനെ രാത്രിയിൽ കാണും. അവൻ കാട്ടുപോത്തിനെ വേട്ടയാടുകയായിരിക്കും. അപ്പോൾ നിങ്ങൾ അവനെ പിടികൂടുക. അതായത് അള്ളാഹു നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ രംഗം കാണിച്ചു കൊടുത്തു. ഇങ്ങനെയായിരിക്കും അവസ്ഥ. അപ്പോൾ നിങ്ങൾ ആക്രമിച്ചാൽ അവനെ പിടികൂടാൻ കഴിയുമെന്ന്. തുടർന്ന് പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് ദൗമത്ത് കീഴടക്കി തരും. അങ്ങനെ അവനെ നിങ്ങൾ കീഴടക്കുമ്പോൾ അവനെ കൊല്ലാൻ നിൽക്കരുത്. പകരം എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. എന്നാൽ അവൻ വിസമ്മതിക്കുകയും സംഘടന ചെയ്യുകയുമാണെങ്കിൽ അവനെ കൊന്നുകളയാം. ഹസരത്ത് ഖാലിദിന്റെ യാത്രയെക്കുറിച്ച് വിവരണമുണ്ട്. ഹസരത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. കോട്ട നേരെ മുന്നിൽ കാണുമാറ് വളരെ സമീപസ്ഥനായി. പൗർണമി രാവായിരുന്നു. ഉക്കേദർ തന്റെ ഭാര്യ റബാബിൻത് ഉനൈഫ് കിന്ദിയയോടൊപ്പം മട്ടുപ്പാവിലായിരുന്നു. അപ്പോൾ ഒരു കാട്ടുപോത്ത് വന്നു. അത് കൊമ്പുകൾ കൊണ്ട് കോട്ടവാതിൽ ഇടിക്കാൻ തുടങ്ങി. ഉക്കേദറിന്റെ ഭാര്യ അവനോട് ചോദിച്ചു, കാട്ടിൽ നിന്നുള്ള ഒരു പോത്ത് വന്ന് കൊമ്പുകൾ കൊണ്ട് കൊട്ടാരത്തിന്റെ വാതിൽ ഇങ്ങനെ ഇടിക്കുന്നത് താങ്കൾ കണ്ടിട്ടുണ്ടോ? ഉക്കേദർ പറഞ്ഞു, അള്ളാഹു ആണ്, ഞാൻ ഒരിക്കലും ഇങ്ങനെ മുമ്പ് കണ്ടിട്ടില്ല. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ആർക്കാണ് ഇതിനെ വെറുതെ വിടാൻ തോന്നുക? അവൻ പറഞ്ഞു, ആർക്കും കഴിയില്ല. രാജാവ് പറഞ്ഞു, ഞാൻ ഇപ്പോൾ തന്നെ അതിനെ പോയി വേട്ടയാടിക്കൊണ്ടുവരാം. അതനുസരിച്ച് അവൻ ഇറങ്ങുകയും തന്റെ കുതിരപ്പുറത്ത് കയറാൻ മറ്റുള്ളവർക്ക് കൽപ്പന നൽകുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം പരിവാരസമേതം അശ്വാരൂഢനായി പുറപ്പെട്ടു. അവരിൽ ഹസ്സാൻ എന്ന അവൻ്റെ ഒരു സഹോദരനുണ്ടായിരുന്നു. അങ്ങനെ അവർ പുറപ്പെട്ടു. അവർ ആ കാട്ടുപോത്തിനെ പിന്തുടർന്നു പോയി. ആ വേട്ടക്കാർ നിർഭയം ഇരയെ പിന്തുടരുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഹസ്രത്ത് ഖാലിദിന്റെ റളിയല്ലാഹു അൻഹു കുതിരപ്പട പ്രത്യക്ഷപ്പെടുകയും അവരെ പിടികൂടുകയും ചെയ്തു. ഉക്കേദറിനെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ഹസ്സാൻ തടവുകാരനാകാൻ ബന്ദിയാകാൻ വിസമ്മതിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്തു. അവൻ മുന്നിട്ട് വന്ന് യുദ്ധം ചെയ്തു. അപ്പോൾ അയാൾ വധിക്കപ്പെട്ടു. ഹസ്സാൻ അങ്ങനെ കൊലപ്പെട്ടു. അവന്റെ തലയിൽ സ്വർണ്ണ നൂലുകൾ പിടിപ്പിച്ച പട്ടുകൊണ്ടുള്ള ഒരു തുണി ഉണ്ടായിരുന്നു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ ഷാൾ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തേക്ക് കൊടുത്തയച്ചു. അതിനുശേഷം ഉക്കേദറിനെയും കൂട്ടി യാത്രയായി. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉക്കേദറിനെ തടവിലാക്കുകയും അവന്റെ സഹോദരൻ ഹസ്സാനെ വധിക്കുകയും ചെയ്ത ശേഷം ഹസരത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു ഉക്കേദറിനോട് ചോദിച്ചു, ഞാൻ നിനക്ക് അഭയം നൽകുകയും നിന്നെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഹാജരാക്കുകയും നീ എനിക്ക് ദൗമത്തുൽ ജന്ദൽ തുറന്നു തരികയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയിൽ നിനക്ക് സംരക്ഷണം നൽകട്ടെയോ? ഉക്കേദർ പറഞ്ഞു, അതെ. അതനുസരിച്ച് ഹസരത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു അവനെ കൂട്ടിക്കൊണ്ടുപോയി കോട്ടയുടെ അടുത്തെത്തി. ഉക്കേദർ തന്റെ കുടുംബാംഗങ്ങളെ വിളിച്ച് വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. അവർ വാതിൽ തുറക്കാൻ ഒരുങ്ങിയപ്പോൾ ഉക്കേദറിന്റെ സഹോദരൻ മുദാദ് അവരെ തടഞ്ഞു. ഉക്കേദർ ഹസരത്ത് ഖാലിദിനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ അണിയിച്ച ഈ ചങ്ങലകൾ കണ്ടതുകൊണ്ടാണ് അവർ വാതിൽ തുറക്കാത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ എന്നെ സ്വതന്ത്രനാക്കുക. അള്ളാഹുവിന്റെ പേരിലും അമാനത്തിന്റെ പേരിലും വിശ്വസ്തയുടെ പേരിലും ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ കുടുംബവുമായി എൻ്റെ കയ്യിൽ നിങ്ങൾ സന്ധി ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കായി കോട്ടയുടെ വാതിൽ തുറന്നു തരാം. ഹസരത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ താങ്കളോട് സന്ധി ചെയ്യാം. ഉക്കേദർ പറഞ്ഞു, താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ താങ്കളെ മധ്യസ്ഥനാക്കാം, അല്ലെങ്കിൽ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ താങ്കൾ എന്നെ മധ്യസ്ഥനാക്കുക. ഹസരത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾ നൽകുന്നത് എന്താണോ അത് ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. അതനുസരിച്ച് ഹസരത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു അവനെ വിട്ടയച്ചു. ഉക്കേദർ കോട്ടയുടെ വാതിൽ തുറന്നു. ഉക്കേദറിന്റെ സഹോദരൻ മുദാത്തിനെയും പിടികൂടി. സന്ധി ചെയ്ത എല്ലാ വസ്തുക്കളും ലഭിക്കുകയും ചെയ്തു. ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് 2000 ഒട്ടകങ്ങൾ, 800 അടിമകൾ, 400 പടച്ചട്ടകൾ, 400 കുന്തങ്ങൾ എന്നിവ ലഭിച്ചു. ഈ യുദ്ധമുതൽ നിന്ന് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം 1/5 ഭാഗം മാറ്റിവെച്ച ശേഷം, ഖുംസ് മാറ്റിവെച്ചതിന് ശേഷം ബാക്കിയുള്ളത് യുദ്ധത്തിന് പോയ മുജാഹിദീങ്ങൾക്കിടയിൽ പങ്കുവച്ചു. ഉക്കേദറും അവന്റെ സഹോദരനും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം ഹാജരായതിനെ കുറിച്ചും പരാമർശം വന്നിരിക്കുന്നുണ്ട്. ഹദരത്ത് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹദരത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു ഉക്കേദറുമായി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടു. അവൻ സ്വർണ്ണ കുരിശും പട്ടുവസ്ത്രവും ധരിച്ചിരുന്നു. അവൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ അവിടുത്തെ മുന്നിൽ സുജൂദ് ചെയ്തു, സാഷ്ടാംഗം നമിച്ചു. അവിടുന്ന് 2 തവണ പറഞ്ഞു, അരുത് അരുത്, സുജൂദ് ചെയ്യരുത്. അവൻ അവിടത്തേക്ക് ഒരു അലങ്കാര വസ്ത്രവും കോവർ കഴുതകളും അടക്കം ഏതാനും വസ്തുക്കൾ ഉപഹാരമായി നൽകി.
അവിടുന്ന് ജിസിയ സ്വീകരിച്ചുകൊണ്ട് അവരുമായി സന്ധി ചെയ്തു. ഇബ്നു അസീറിന്റെ അഭിപ്രായമനുസരിച്ച് അവരുടെ ജിസിയയുടെ തുക 300 ദീനാറായിരുന്നു. അവിടുന്ന് അവന്റെയും സഹോദരന്റെയും കൊലപാതകം മാപ്പാക്കി കൊടുത്തു. അവരെ സ്വതന്ത്രരാക്കി. അവിടുന്ന് അവർക്കായി ഒരു അഭയപത്രിക എഴുതി നൽകുകയും സന്ധി ചെയ്ത വ്യവസ്ഥകൾ എഴുതി ചേർക്കുകയും ചെയ്തു. അഭയപത്രിക ഇപ്രകാരമായിരുന്നു: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തു നിന്നും ഹദ്രത്ത് ഖാലിദിനൊപ്പമുള്ള അക്കീദറിനുള്ളതാണ് ഈ രേഖ. അവൻ ഇസ്ലാം സ്വീകരിക്കുകയും വിഗ്രഹങ്ങളുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതനുസരിച്ച് ഉഖൈദർ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഈ നിയമങ്ങൾ ദോമത്തുൽ ജന്തലിനും അതിൻ്റെ ചുറ്റുമുള്ളവർക്കും വേണ്ടിയുള്ളതാണ്. കൃഷിയോഗ്യമല്ലാത്ത ഭൂമി, അതായത് മജ്ഹൂൽ ആയിട്ടുള്ള ഭൂമി, വിജനമായ ഭൂമി, ആയുധങ്ങൾ, ഒട്ടകങ്ങൾ, കോട്ടകൾ എന്നിവ ഞങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്കാകട്ടെ നഗരത്തിനകത്തുള്ള ഈന്തപ്പഴങ്ങളും നീരുറവുകളുമുള്ള കൃഷിസ്ഥലങ്ങളും ഉണ്ടാകും. മൃഗങ്ങളെ പ്രത്യേകം എണ്ണിത്തിട്ടപ്പെടുത്തുന്നതല്ല. ഇവിടെ നിങ്ങളുടെ മൃഗങ്ങൾ മേയ്ക്കുന്നതിൽ നിങ്ങൾക്ക് തടസ്സമുണ്ടാകില്ല. നിങ്ങൾ കൃത്യസമയത്ത് നമസ്കാരം അനുഷ്ഠിക്കുകയും സക്കാത്ത് പൂർണ്ണമായി നൽകുകയും ചെയ്യുന്നതാണ്. അള്ളാഹുവിൻ്റെ ഉടമ്പടിയാണിത്. നിങ്ങൾ സത്യസന്ധതയും വിശ്വസ്തതയും പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹുവും എല്ലാ മുസ്ലിങ്ങളും ഇതിന് സാക്ഷികളാണ്. തബൂക്കിൽ വെച്ച് ഒരു സഹാബിയുടെ വിയോഗത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കബറടക്കത്തെക്കുറിച്ചും പരാമർശമുണ്ട്. ഇത് കണ്ടപ്പോൾ ചില മുതിർന്ന സഹാബിമാർ ആ കബറടക്കപ്പെട്ട വ്യക്തിയുടെ സ്ഥാനത്ത് തങ്ങളായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. ഹസരത്ത് അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയുന്നു, ഞാൻ തബൂക്ക് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു. ഒരിക്കൽ ഞാൻ പാതിരാത്രി എഴുന്നേറ്റപ്പോൾ സൈന്യത്തിന്റെ ഒരു വശത്ത് തീവട്ടം കണ്ടു. അതെന്താണെന്ന് അറിയാൻ ഞാൻ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഞാൻ കാണുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു എന്നിവരെയാണ്. ഹദരത്ത് അബ്ദുല്ലാ ദുൽ ബിജാദൈൻ അൽ മുസനി റളിയല്ലാഹു അൻഹു വഫാത്തായിരിക്കുന്നു. അവർ അദ്ദേഹത്തിന്റെ ഖബർ കുഴിക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന് അകത്ത് ഇറങ്ങി നിൽക്കുകയായിരുന്നു. ഹദരത്ത് അബൂബക്കറും ഹദരത്ത് ഉമറും അദ്ദേഹത്തിന്റെ മയ്യത്ത് അവിടത്തേക്ക് നൽകുകയായിരുന്നു, കൈമാറുകയായിരുന്നു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയായിരുന്നു, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഈ സഹോദരനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. അങ്ങനെ അവർ രണ്ടുപേരും ഹദരത്ത് അബ്ദുല്ലാ ദുൽ ബിജാദൈന്റെ മയ്യത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലേക്ക് നൽകി. അവിടുന്ന് തൻ്റെ കൈകളാൽ ആ മയ്യത്തിനെ ഖബറിൽ വെച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അംസൈതു റാദിയൻ അൻഹു ഫർദൻ. അള്ളാഹുവെ, ഞാൻ ഇദ്ദേഹത്തിൽ സംതൃപ്തനായ നിലയിലാണ് ഈ സന്ധ്യ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ നീയും ഇദ്ദേഹത്തിൽ സംതൃപ്തനാകണമേ. ഫറദ അൻഹു. ഹദരത്ത് അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് പറഞ്ഞു, ആ സമയത്ത് ഖബറിലടക്കപ്പെടുന്ന വ്യക്തി ഞാനായിരുന്നെങ്കിൽ ഈ പ്രാർത്ഥനകൾ എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഹദരത്ത് അബ്ദുല്ലാ ദുൽ ബിജാദൈന്റെ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബനു മുസൈന ഗോത്രക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് വഫാത്തായി. അദ്ദേഹത്തിന് അനന്തരാവകാശമായി ഒന്നും ലഭിച്ചില്ല. അദ്ദേഹത്തിന്റെ പിതൃവ്യൻ ഇളയപ്പ വളരെ സമ്പന്നനായിരുന്നു. അദ്ദേഹത്തിന്റെ പരിപാലനത്തിലാണ് അദ്ദേഹം സ്വയം സമ്പന്നനാകുകയും പിതൃവ്യനോടൊപ്പം തന്നെ വ്യാപാരം തുടങ്ങുകയും ചെയ്തത്. അദ്ദേഹം മക്ക വിജയത്തിന് ശേഷം ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പിതൃവ്യൻ അദ്ദേഹത്തിൽ നിന്ന് എല്ലാം തന്നെ തട്ടിയെടുത്തു. എത്രത്തോളം എന്നാൽ അദ്ദേഹത്തിന്റെ അരയിൽ കെട്ടിയിരിക്കുന്ന മുണ്ട് പോലും വലിച്ചെടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് ഉമ്മ വന്ന് അദ്ദേഹത്തിന് തൻ്റെ ഷാൾ രണ്ടായി കീറിക്കൊടുത്തു. ഹദരത്ത് അബ്ദുള്ള അതിലൊരു ഭാഗം വേഷ്ടിയായും മറ്റേ ഭാഗം പുതപ്പായും ഉപയോഗിച്ചു. അങ്ങനെ അദ്ദേഹം മദീനയിലെത്തി പള്ളിയിൽ കിടന്നു. എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സുബഹി നമസ്കരിച്ചു. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കരിച്ച ശേഷം ആരൊക്കെയാണ് അവിടെ ഉള്ളത്, പുതുതായി ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ ആളുകളെ സൂക്ഷിച്ചു നോക്കുമായിരുന്നു. അവിടുന്ന് ഹദരത്ത് അബ്ദുല്ലാനെ നോക്കി. അദ്ദേഹം അപരിചിതനായി തോന്നി. ചോദിച്ചു, താങ്കൾ ആരാണ്? ഹദരത്ത് അബ്ദുല്ല തൻ്റെ കുടുംബ പരമ്പര വിവരിച്ചു. ഒരു റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് അബ്ദുൽ ഉസ്സ എന്നാണ്. അപ്പോൾ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അബ്ദുല്ലാ ദുൽ ബിജാദൈൻ, 2 പുതപ്പുള്ളവൻ ആണ്. പിന്നീട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്ത് ആയിരിക്കുക. അതനുസരിച്ച് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥികളിൽ അദ്ദേഹം ഒരാളായി തീർന്നു. അവിടുന്ന് അദ്ദേഹത്തെ ഖുർആൻ കരീം പഠിപ്പിച്ചു. അദ്ദേഹം ധാരാളം ഖുർആൻ മനഃപ്പാടമാക്കി. അവിടുന്ന് തബൂക്കിലേക്ക് പുറപ്പെട്ടപ്പോൾ അദ്ദേഹം അപേക്ഷിച്ചു, യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ഷഹാദത്തിന് വേണ്ടി, രക്തസാക്ഷിത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടുന്ന് പ്രാർത്ഥിച്ചു, അള്ളാഹുവെ, ഞാനും എൻ്റെ രക്തം അവിശ്വാസികൾക്ക് ഹറാമാക്കുന്നു. അദ്ദേഹം അപേക്ഷിച്ചു, യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഉദ്ദേശം ഇതല്ലായിരുന്നു.
അവിടുന്ന് പറഞ്ഞു, നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് ഇറങ്ങുകയും പനി വന്ന് മരിക്കുകയും ചെയ്താൽ നീ ഷഹീദ് തന്നെയാണ്, രക്തസാക്ഷി തന്നെയാണ്. നിന്റെ യാത്രാമൃഗം നിന്നെ താഴേക്ക് കുതറിയിടുകയും നിന്റെ കഴുത്തൊടിയുകയും ചെയ്താൽ നീ ഷഹീദാണ്. രക്തസാക്ഷിത്വം ഏത് രീതിയിൽ ലഭിക്കുന്നെന്ന് നീ ശ്രദ്ധിക്കേണ്ട. അതനുസരിച്ച് തബൂക്കിലെത്തി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അസുഖം ബാധിച്ച് അദ്ദേഹം വഫാത്താക്കുകയുണ്ടായി. ഈ യാത്രയിൽ അത് മുആവിയ അൽ മുസ്നി റളിയല്ലാഹുവിന്റെ ജനാസ നമസ്കാരത്തെക്കുറിച്ചും പരാമർശമുണ്ട്. ഹദരത്ത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലായിരുന്നപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുആവിയ മുസ്നി മദീനയിൽ വെച്ച് വഫാത്തായിരിക്കുന്നു. അള്ളാഹു ജിബ്രീൽ വഴി നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാര്യം അറിയിച്ചു. അദ്ദേഹത്തിന്റെ ജനാസ നമസ്കരിക്കുക. അങ്ങനെ കശ്ഫിൽ ജാഗ്രതാ ദർശനത്തിൽ അദ്ദേഹത്തിന്റെ മയ്യത്ത് കിടത്തിയിരുന്ന കട്ടിൽ വായുവിൽ ഉയർത്തപ്പെട്ട് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൺമുമ്പാകെ കൊണ്ടുവരപ്പെട്ടു. അവിടുന്ന് മയ്യത്ത് നമസ്കാരം നിർവഹിച്ചു. അവിടുത്തെ മുന്നിൽ മലക്കുകളുടെ അണികളും ഉണ്ടായിരുന്നു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാമോട് ചോദിച്ചു, ഇത്രയും മഹിത സ്ഥാനം അദ്ദേഹത്തിന് എങ്ങനെ ലഭിച്ചു? ഇത്രയും ദൂരത്ത് നിന്ന് ജനാസ കൊണ്ടുവരപ്പെട്ടു, നമസ്കരിക്കാൻ ആവശ്യപ്പെട്ടു, ഇതെങ്ങനെ സംഭവിച്ചു? ജിബ്രീൽ അലൈഹിസ്ലാം മറുപടി നൽകി, സൂറത്ത് ഖുൽ ഹുവല്ലാഹു അതിനോടുള്ള സ്നേഹം കാരണമാണത്. അദ്ദേഹം ഇരുന്നും കിടന്നും വാഹനത്തിലേറിയും കാൽനടയായും എല്ലാ അവസ്ഥയിലും അത് പാരായണം ചെയ്യുമായിരുന്നു. തബൂക്കിലെത്തിയ ശേഷം കൂടുതൽ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് സഹാബിമാരുമായി കൂടിയാലോചിച്ച ശേഷം അതിനെക്കുറിച്ചും പരാമർശം വന്നിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പുരോഗമിക്കുന്നതിനെ കുറിച്ച് സഹാബിമാരുമായി കൂടിയാലോചന നടത്തി. ഹദ് ഉമർ റളിയല്ലാഹു അപേക്ഷിച്ചു, യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുന്നോട്ട് പോകാൻ അങ്ങേക്ക് കൽപ്പനയുണ്ടെങ്കിൽ അവിടുന്ന് തീർച്ചയായും പോകുക, ഞങ്ങൾ കൂടെ ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോകാൻ എനിക്ക് കൽപ്പന ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുമായി കൂടിയാലോചിക്കില്ലായിരുന്നു. അപ്പോൾ ഹദരത്ത് ഉമർ റളിയല്ലാഹു വീണ്ടും പറഞ്ഞു, യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റോമക്കാരുടെ അടുത്ത് ധാരാളം സൈന്യങ്ങളുണ്ട്, അവരിൽ ഇസ്ലാമിൽപ്പെട്ട ആരുമില്ല. നമ്മൾ അവരുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. നമ്മുടെ ഈ അടുത്ത് വരുന്ന കാര്യം അവരെ ഭയപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ഈ വർഷം തിരിച്ചു പോകാം, എന്നിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാകുന്നതുവരെ അല്ലെങ്കിൽ അള്ളാഹു ഒരു സാഹചര്യം ഒരുക്കുന്നതുവരെ കാത്തിരിക്കാം. എന്തായാലും ഇത് കേട്ട ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 20 ദിവസം തബൂക്കിൽ താമസിച്ചു. മറ്റൊരു അഭിപ്രായം അനുസരിച്ച് 20 ദിവസത്തിൽ താഴെയാണ് അവിടുന്ന് തബൂക്കിൽ തങ്ങിയത്. ഈ രണ്ട് വ്യത്യസ്ത റിപ്പോർട്ടുകളും ഇപ്രകാരം പൊരുത്തപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്രകാരം ഏകോപിപ്പിക്കാം. 20 എന്ന അഭിപ്രായത്തിൽ തബൂക്കിലെത്തിയ ദിവസവും അവിടുന്ന് യാത്ര തിരിച്ച ദിവസവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റേ അഭിപ്രായത്തിൽ ഈ 2 ദിവസങ്ങളും യാത്രയുടെ ദിവസങ്ങൾ എണ്ണിയിട്ടില്ല. മദീനയിൽ നിന്ന് യാത്ര പുറപ്പെട്ടത് മുതൽ മദീനയിൽ തിരിച്ചെത്തുന്നവരെ 2 മാസമോ അതിൽ കൂടുതലോ സമയമെടുത്തു. ഇബ്നു സഅദിന്റെ അഭിപ്രായം അനുസരിച്ച് ഹിജ്റ 9 റജബ് മാസത്തിൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധത്തിനായി യാത്ര പുറപ്പെടുകയും ഹിജ്റ 9 റമദാൻ മാസത്തിൽ മദീനയിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഈ 2 മാസങ്ങൾക്കിടയിൽ ഷാബാൻ മാസമുണ്ട്. അങ്ങനെ 2 മാസമോ അതിൽ കൂടുതലോ കാലം നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയ്ക്ക് പുറത്തായിരുന്നു. വല്ലാഹു ആലം. അള്ളാഹുവിനാണ് നന്നായി അറിയുക, യാഥാർത്ഥ്യം അറിയുന്നവനവനാണ്. ഹദരത്ത് മുസ്ലിം റളിയല്ലാഹു ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അവിടുന്ന് സിറിയയുടെ അടുത്തുള്ള തബൂക്ക് എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ നിജസ്ഥിതി അറിയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ അയച്ചു. ഈ ദൂതന്മാർ ഏകകണ്ഠമായി വന്ന് റിപ്പോർട്ട് ചെയ്തു, ഈ സമയത്ത് സിറിയൻ സൈന്യം ഒന്നും ഒരുമിച്ച് കൂടുന്നില്ല, യുദ്ധസന്നാഹം നടത്തുന്നില്ല. ഹദരത്ത് ഉമർ റളിയല്ലാഹു ഇത് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. യുദ്ധത്തിനായി ആരും വരുന്നില്ല, ചില ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഭയചകിതരാണ്. അപ്പോൾ പിന്നെ യുദ്ധത്തിന്റെ ആവശ്യം തന്നെ എന്താണ്? ഇതിനെ തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ദിവസങ്ങൾ അവിടെ തന്നെ തങ്ങുകയും ചുറ്റുമുള്ള ചില ഗോത്രങ്ങളുമായി കരാറുകൾ ഉണ്ടാക്കുകയും യുദ്ധമൊന്നും കൂടാതെ തിരിച്ചു പോരുകയും ചെയ്തു. ഈ യാത്ര ആകെ 2-2.5 മാസത്തേതായിരുന്നു. മദീനയിലേക്കുള്ള തിരിച്ചെത്തലിന്റെ യാത്രയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് വിവരിക്കുന്നതാണ്. ബംഗ്ലാദേശിനെ കുറിച്ച് ഞാൻ നേരത്തെയും പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അവിടെ മൗലവിമാരുടെ കൂട്ടം അഹമ്മദിയത്തിനെ എതിർക്കുന്ന വിഭാഗം വലിയ കോലാഹലം സൃഷ്ടിക്കുകയാണ്. നാളെ അവർക്ക് ഒരു സമ്മേളനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. അല്ലാഹു തആല ഓരോ അഹമ്മദിയെയും സംരക്ഷിക്കുകയും അവരുടെ ഉപദ്രവത്തിൽ നിന്ന് കാത്തു രക്ഷിക്കുകയും ചെയ്യുമാറാട്ടെ. അതുപോലെ പാകിസ്ഥാനിലെ അഹമ്മദികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അല്ലാഹു തആല അവരെയും സംരക്ഷിക്കട്ടെ. തീർച്ചയായും കൂടുതൽ പ്രാർത്ഥനകൾ ആവശ്യമാണ്. എതിരാളികളെ നിയമപരമായി അടിച്ചമർത്തിയപ്പോൾ പോലും അവരുടെ കോപം അവസാനം അഹമ്മദികൾക്ക് നേരെയാണ് തിരിയുന്നത്. അതിനാൽ അഹമ്മദികൾ കൂടുതൽ പ്രാർത്ഥനകളിലേക്കും ജാഗ്രതയിലേക്കും ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട്. അതുപോലെ പലസ്തീനുകാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. വെടിനിർത്തൽ ഉണ്ടായിട്ടും അവരുടെ കൂട്ടക്കൊല തുടരുകയാണ്.
അല്ലാഹു താല കരുണ ചൊരിയട്ടെ. അതുപോലെ ആഫ്രിക്കയിലെ അഹമ്മദികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അവിടെ ചില സ്ഥലങ്ങളിൽ ഭരണകൂടങ്ങൾ അവരെ പീഡിപ്പിക്കുന്നു. ചില സ്ഥലങ്ങളിൽ തീവ്രവാദികൾ വിവിധ സ്ഥലങ്ങളിൽ ആക്രമണം നടത്തുന്നു. ചിലപ്പോൾ അഹമ്മദികളും അതിൻ്റെ ഇരയാകുന്നു. അല്ലാഹു താല ലോകമെമ്പാടും സമാധാനവും സുരക്ഷയും നിലനിർത്തുമാകട്ടെ. നമസ്കാരാനന്തരം ഞാൻ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ മകൻ മുഹമ്മദ് ഹുസൈൻ സാഹിബ് റബ്വ പ്രദേശക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നമസ്കരിക്കുന്നതായിരിക്കും. ജനാസ ഗായബ് നമസ്കരിക്കുന്നതായിരിക്കും. അദ്ദേഹം കഴിഞ്ഞ ദിവസം 80 വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂം മൂസിയായിരുന്നു. ജീവിതകാലത്ത് തന്നെ ഹിസ്സ ജായദാദ് സ്വത്ത് വീതത്തിൻ്റെ ചന്ത അടച്ചിരുന്നു. സന്തപ്ത കുടുംബത്തിൽ ഭാര്യയെ കൂടാതെ 3 പെൺമക്കളും 4 ആൺമക്കളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനായ മുഹമ്മദ് ഇമ്രാൻ സാഹിബ് പടിഞ്ഞാറ് ആഫ്രിക്കയിലെ നൈജറിൽ ജമാഅത്തിൻ്റെ മുബല്ലിഗാണ്. അവിടെ സേവനം ചെയ്യാൻ തൗഫീഖ് ലഭിച്ചു വരികയാണ്. അദ്ദേഹം ഫീൽഡിലായതിനാൽ പിതാവിൻ്റെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ മറ്റൊരു മകൻ മുഹമ്മദ് ലുക്മാൻ സാഹിബ് വഖഫ് സിന്ദഗിയാണ്. അദ്ദേഹം ജമാഅത്തിൻ്റെ മൗല്യമാണ്. അവരുടെ കുടുംബത്തിൽ 1956 അദ്ദേഹത്തിൻ്റെ പിതാവ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് വഴിയാണ് അഹമ്മദിയത്തിന് നാന്ദി കുറിച്ചത്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് അവർ റബോയിലേക്ക് താമസം മാറി. മർഹൂം നോമ്പ് നമസ്കാരാദികളിൽ സ്ഥിരചിത്തത പാലിച്ചിരുന്ന, ഖുർആൻ പതിവായി പാരായണം ചെയ്യുന്ന, താജ്ജുദ് നമസ്കാരശീലനായ, നല്ലവനായ, ആത്മാർത്ഥതയുള്ള, പ്രാർത്ഥനാശീലനായ മനുഷ്യനായിരുന്നു. മൗലിം സാഹിബ് മുഹസിൻ തയ്യബ് സാഹിബ് എഴുതുന്നു, അദ്ദേഹത്തിൻ്റെ മഹലിൽ എനിക്ക് 5 വർഷം സേവനം ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൽ ഞാൻ കണ്ട ഒരു സുപ്രധാന സംഗതി സാമ്പത്തിക ത്യാഗത്തിൽ അദ്ദേഹം വളരെ മുമ്പന്തിയിലായിരുന്നു എന്നാണ്. പുതിയ വർഷം ആരംഭിക്കുമ്പോഴൊക്കെ ഏത് സാമ്പത്തിക പദ്ധതിയുടെ ആഹ്വാനമുണ്ടായാലും ആദ്യത്തെ രസീത് അദ്ദേഹത്തിൻ്റെ പേരിൽ മുറിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നത്. ചില സമയങ്ങളിൽ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ചന്ത നൽകാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അതുപോലെ വർഷാവസാനം അധിക ചന്ത ആവശ്യപ്പെടുമ്പോൾ കഴിവനുസരിച്ച് അദ്ദേഹം കൂടുതൽ പണവും നൽകുമായിരുന്നു. അല്ലാഹു തആല അദ്ദേഹത്തോട് മഗ്ഫിറത്തിൻ്റെയും റഹ്മത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും കരുണയുടെയും സമീപനം സ്വീകരിക്കട്ടെ. ബന്ധുക്കൾക്ക് ക്ഷമയും ധൈര്യവും നൽകട്ടെ. പ്രത്യേകിച്ചും പുറത്തുള്ള മക്കൾക്ക് അല്ലാഹു തആല അവർക്ക് ക്ഷമയും ധൈര്യവും പ്രദാനം ചെയ്യുകയും അവരുടെ നന്മകൾ തുടരാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.